ഇവിടുന്ന് ഏകദേശം ഒരു 4 മണിക്കൂർ ഓട്ടം ഉണ്ട് ലേയിലേക്ക്. നല്ല കളർഫുൾ ആട്ടോ ഇവിടെ. അവരുടെ ക്ഷേത്രങ്ങളൊക്കെ നല്ല കളർഫുള്ളാണ്. കാർഗിൽ വാർ മെമ്മോറിയൽ എത്തിയിട്ടുണ്ട്. മയൂർ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. 13,479 ഫീറ്റ് സീ ലെവൽ എബോവാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മൾ രാവിലെ ഉണ്ടാക്കിയ ഫുഡാട്ടോ നമ്മൾ കഴിക്കുന്നത്. നമുക്ക് കണ്ണ് നിറയാണ്ട് കാണാൻ പറ്റില്ല. ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ദ്രാസിലാണ്. ലേയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ എല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കുന്നു. ഇന്നലെ നമ്മൾ ദ്രാസിലാണ് സ്റ്റേ ചെയ്തത്. ഇന്ന് നമ്മൾ നേരെ പോകുന്നത് ലേയിലേക്കാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 4 മണിക്കൂർ ഓട്ടം ഉണ്ട് ലേയിലേക്ക്. 10-15 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ കാർഗിൽ, ഒരു 15 മിനിറ്റ് ഡ്രൈവ്. അത് കഴിഞ്ഞാൽ നമ്മൾ കാർഗിൽ മെമ്മോറിയൽ അല്ലേ, വാർ മെമ്മോറിയൽ എന്നൊരു സ്ഥലത്തെത്തും. അവിടെ നമുക്ക് വിസിറ്റ് ചെയ്യണം. അപ്പം നമ്മളെ പുറകിൽ കണ്ടില്ലേ, ഇതുപോലുള്ള മൗണ്ടൻസ് ആണ് മുഴുവൻ. ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഫുൾ മൗണ്ടൻസ് ആണ്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അപ്പോൾ പുറകിൽ പോകണ്ടില്ലേ, കാർഗിൽ ലെമയൂരു ലേക്ക് 283 കിലോമീറ്ററാണ്. അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. നമുക്ക് ഈ ഡയറക്ഷനിലാണ് പോകേണ്ടത്. നല്ല വെയിലുമുണ്ട്, നല്ല തണുപ്പുമുണ്ട്. നമുക്ക് എവിടെയെങ്കിലും ഒന്ന് നിർത്താം. നമ്മളിപ്പോൾ തുടങ്ങിയുള്ളൂ യാത്ര, പക്ഷെ നിർത്താൻ തോന്നുന്നുണ്ട്. എവിടെയെങ്കിലുമൊക്കെ നിർത്തി ഇറങ്ങാനൊക്കെ തോന്നുന്നുണ്ട്. കുറേ വീടുകളൊക്കെ ഉണ്ടോ ഇവിടെയുള്ള വീടുകളൊക്കെ കുറേ ഇല്ലേ, മരം കൊണ്ടാണ് കേട്ടോ കുറേ കൺസ്ട്രക്ഷൻ വരുന്നത്. കുറേ സ്ഥലത്ത് ഞാൻ കണ്ടു മരത്തിന്റെ ചൂട് അങ്ങനെ എന്തോ എന്തിനു വേണ്ടിയിട്ടായിരിക്കും. ഈ ഏരിയ മുഴുവൻ മിലിറ്ററി കേട്ടോ. നമ്മള് പെട്ടെന്ന് നോക്കുമ്പോൾ കാടിന്റെ ഉള്ളിൽ ഒരു വലിയ മിലിറ്ററി വണ്ടി നമ്മൾ പെട്ടെന്ന് കാണില്ല. എല്ലാ സ്ഥലത്തും അവരുണ്ട്. അവരെ ഞാൻ സമ്മതിച്ചിട്ടുണ്ട് മിലിറ്ററിനെ. നമ്മളെ ദ്രാസിന്ന് കുറച്ചൊരു 5-8 മിനിറ്റ് ഡ്രൈവ് ചെയ്ത് നമ്മൾ കാർഗിൽ വാർ മെമ്മോറിയൽ എത്തിയിട്ടുണ്ട്. 1999 നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷം ഇന്ത്യൻ ആർമി ഇവിടെ ബിൽഡ് ചെയ്തിട്ടുള്ള കാർഗിൽ വാർ മെമ്മോറിയൽ ഉണ്ട്. യുദ്ധത്തിൻ്റെ ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട്. 1999 പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് ലൈൻ ഓഫ് കൺട്രോൾ ക്രോസ് ചെയ്ത് ഇന്ത്യയിലേക്ക് കയറി. അതിനുശേഷമാണ് ഈ യുദ്ധം ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ മെമ്മോറിയലായിട്ട് ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട് ഇവിടെ. അവരുടെ മെമ്മോറിയലായിട്ട് ഇവിടെ ഇന്ത്യൻ ആർമി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ലേ ഹൈവേയിലാണ് ഇതുള്ളത്. ഇപ്പോൾ ദ്രാസ് ടൗണിൽ തന്നെയാണ്. ദ്രാസ് ടൗണിൽ നിന്ന് ഒരു 3-4 കിലോമീറ്റർ മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ മെമ്മോറിയൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് മുകളിലോട്ട് കയറിയിട്ട് മെമ്മോറിയലേക്ക് ഒന്ന് വിസിറ്റ് ചെയ്യാം. കാർഗിൽ എത്തുന്നതിന് മുമ്പ് ഏകദേശം 40 കിലോമീറ്റർ മുമ്പാണ് കേട്ടോ ഈ കാർഗിൽ വാർ മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത്. അതായത് ദ്രാസ് ടൗൺ കഴിഞ്ഞ ഉടൻ തന്നെ. നമുക്കൊരു സങ്കടത്തോടെ മാത്രമേ നമുക്കിവിടെയൊക്കെ കണ്ടു തീർക്കാൻ പറ്റുള്ളൂ. കാരണം 1999 നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷം ഇവിടെ മരണമടഞ്ഞിട്ടുള്ള, നമ്മുടെ വീരമൃത്യു വരിച്ചിട്ടുള്ള ജവാന്മാരുടെ ഓർമ്മയ്ക്കായിട്ട് നമ്മുടെ ആർമി നിർമ്മിച്ചിട്ടുള്ള ഒരു വാർ മെമ്മോറിയലാണ് ഈ കാർഗിൽ വാർ മെമ്മോറിയൽ. ഞങ്ങളിവിടെ എത്തിയത് ഏകദേശം രാവിലെ തന്നെയാണ് കേട്ടോ. അപ്പം നമ്മൾ ആധാർ കാർഡൊക്കെ കാണിച്ചിട്ടുണ്ട് അവിടെ എൻട്രി ചെയ്യാനായിട്ട്. അപ്പം എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്കിവിടെ ഒരു ഷോ ഉണ്ട്. അതായത് നമ്മൾ കാർഗിൽ വാറിൻ്റെ മുഴുവൻ, അതായത് കംപ്ലീറ്റ് വിവരണം നമുക്ക് തരുന്നതാണ്. ഇവിടുത്തെ മിലിറ്ററി ഓഫീസേഴ്സും അതൊരു ഷോ ഉണ്ട്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ ഇവർ തരുന്നതാണ്.
കാർഗിൽ വാർ മെമ്മോറിയൽ കണ്ടു തിരിച്ചു വന്നു. നമുക്ക് കണ്ണ് നിറയാണ്ട് കാണാൻ പറ്റില്ല. നമുക്ക് ഒരുപാടൊന്നും എന്താ പറയുക, നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്കത് ഫീൽ ചെയ്യും. കാരണം അത്രയും പേര് നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യമാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. അത്രയും പേരുടെ ജീവനാണ് കൊടുത്തത്, വേറൊന്നുമല്ല. ലൈഫ് കൊടുത്തിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത്. നമുക്ക് ഇതുവഴി യാത്ര ചെയ്യാൻ ഇപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ അത് ഇത്രയും പേര് നമുക്ക് അവരുടെ ജീവൻ കൊടുത്തിട്ട് തന്ന സ്വാതന്ത്ര്യമാണ്. അപ്പോൾ അത് ഒരിക്കലും നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. അത്രയും പേരുണ്ട്, അത്രയും പേരുടെ പേര്, വിവരങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും അവർ കൊടുത്തിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നൊരു ബിഗ് സല്യൂട്ട് എല്ലാവർക്കും. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഇത്രയും സ്വാതന്ത്ര്യം നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ബിഗ് സല്യൂട്ട്. ഇനി ഞങ്ങൾ നേരെ ലേയിലേക്ക് പോവാണ്. എന്താ പറയുക, ഞങ്ങൾ കുറച്ചാൾ നിർത്തി. കാരണം നമുക്ക് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ സങ്കടമാവും. ഉള്ളതുപോലെ പറയാലോ. അമ്മു നന്നായിട്ട് കരഞ്ഞു. അപ്പം അത് കുറേ പേരുടെ ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ചെറിയൊരു വീഡിയോ എടുക്കാൻ തോന്നില്ല നമുക്ക്. എന്നാലും നിങ്ങൾക്ക് ഇവിടെ വന്ന് കാണാൻ പറ്റാത്തവരുണ്ടെങ്കിൽ കാണാനുള്ള വിചാരിച്ചൊരു കത്തൊക്കെ വായിച്ചു കഴിഞ്ഞാലല്ലേ നമുക്ക് ഈ വഴി പോലും നമുക്ക് യാത്ര ചെയ്യാൻ പറ്റില്ലായിരുന്നു. നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഓടിക്കുന്ന ഈ വഴി അതുപോലെ അവരുടെ കയ്യിലായിരുന്നു. ലേ ഹൈവേ പാകിസ്ഥാൻ ഇതാക്കിയിരുന്നു. ഇവിടുത്തെ വീടുകളൊക്കെ ഇങ്ങനെ, അതായത് മൗണ്ടൻസിൻ്റെ ചരിവിലാണ് കേട്ടോ വീടുകളൊക്കെ ഉള്ളത്. ഇങ്ങനെ തട്ട് എല്ലാം കുറേ ഞങ്ങൾ കണ്ടിട്ടുള്ള എല്ലാം 2 നില വീടാണ്. കുറേ മരം കൊണ്ടാണ് വീടുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മളൊരു ഡെയിലി പാലത്തിൻ്റെ ബിആറോടെ ഒരു പാലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ പാലത്തിലേക്ക് കയറാൻ പോവാണ്. താഴെക്കൂടി റിവർ ഒഴുകുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. മോർണിംഗ് ആണ്, നല്ല രസമുണ്ട് കാണാൻ. പിന്നെ വീടിന്റെ ഭംഗി നല്ല രസമുണ്ട്. ചരിവിൽ തന്നെയാണ് അവർ വീടുണ്ടാക്കുന്നത്, ഇങ്ങനെ തട്ടായിട്ട്. എല്ലാവർക്കും 2 നില വീടാ. എല്ലാവർക്കും 2 നില. കുറെ മരത്തിന്റെ വർക്കുണ്ട് കേട്ടോ അവർ ചെയ്യുന്ന വീട്ടില്. നമ്മളൊക്കെ മരം കൂടുതൽ അങ്ങനെ ഉൾപ്പെടുത്തില്ലല്ലോ. അവര് കോൺക്രീറ്റിന് പകരം മരം കൂടുതൽ ഉൾപ്പെടുത്തുന്നുണ്ട്. വരുന്ന വഴിയിൽ ഒരു ബുദ്ധക്ഷേത്രമുണ്ട്. ചെറിയൊരു ബുദ്ധക്ഷേത്രമാണ്. നല്ല കളർഫുള്ളാട്ടോ ഇവിടെ. അവരുടെ ക്ഷേത്രങ്ങളൊക്കെ നല്ല കളർഫുള്ളാണ്. പിന്നെ പ്രെയർ ഫ്ലാഗാണ്, നിറയെ പ്രെയർ ഫ്ലാഗാണ്. ഈ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ നിറയെ പ്രെയർ ഫ്ലാഗാണ്. പിന്നെ അവരുടെ കല്ലുകളിലൊക്കെ എന്തൊക്കെയോ എഴുതിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. മന്ത്രങ്ങളൊക്കെ എഴുതിയിട്ടൊക്കെ ഉണ്ട്. ഫ്ലാഗിലും മന്ത്രങ്ങളൊക്കെ ഉണ്ട്. ലേയിലേക്കൊരു അപ്രോക്സിമേറ്റ്ലി 200 കിലോമീറ്റർ ഇനിയും പോകാനുണ്ട്. നമുക്കൊരു മൊണാസ്ട്രി കാണിച്ചു കേട്ടോ. മലയുടെ ഏറ്റവും മേലെയാണ്, ഏറ്റവും മേലെ അങ്ങോട്ട് പോകാൻ പറ്റുന്ന തോന്നുന്നത്. അതിൻ്റെ തൊട്ട് മൗണ്ടൻ്റെ സൈഡിൽ ഇന്ത്യൻ ഫ്ലാഗ് പെയിൻറ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് വലിയൊരു മൊണാസ്ട്രി ഉണ്ട്. നമ്മൾ പോകുന്ന റൂട്ട് ഇങ്ങോട്ടേക്കാണ്, നേരെ ഇങ്ങോട്ട് പോവാണ്. ഇപ്പുറത്തെല്ലാം ബ്യൂട്ടിഫുൾ മൗണ്ടൻസ് ആണുള്ളത്.
ലേയിലേക്ക് പൊയ്ക്കൊണ്ട് കാണാൻ ഇപ്പോഴെത്തിയിട്ടില്ല. വഴിയിലൊക്കെ നിർത്തി ഞങ്ങൾ പോകുന്നത് കാരണം ഭംഗി ഒരു രക്ഷയില്ല. നോക്കി ഇവിടെയൊക്കെ ചില പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാമേ. ഒരു മഴയൊന്നും പെയ്യാത്ത സ്ഥലത്താണ് ഇത്രയും പൂക്കളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ വേറൊരു സാധനം ഉണ്ടായിട്ടുണ്ട്, കാണിച്ചു തരാം. ഓക്കെ, വാഹ്, നിങ്ങൾ വണ്ടി നിർത്തിയ സ്ഥലമാണ് ഇത്. ഇവിടുന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ മഞ്ഞുമല കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇതാ ഈ കാണുന്നത് ഒരു മഞ്ഞുമലയാണ്. കുറേ മഞ്ഞുണ്ട് അതിലൊക്കെ. നമ്മളിപ്പോൾ ലെമയൂർ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. 13,479 ഫീറ്റ് സീ ലെവൽ എബോവാണ് നമ്മളിപ്പോൾ ഉള്ളത്. കുറേ റൈഡേഴ്സൊക്കെ ഉണ്ട്. ഒരു കർണാടകയിൽ നിന്ന് റൈഡേഴ്സാണ് കുറേ ഉണ്ട്. ബിആറിൻ്റെ കുറേ റോഡും കാര്യങ്ങളൊക്കെ കാണാം. ഹിമാലയൻ ലിങ്ക്സ് ബോർഡൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം നമ്മൾ വണ്ടി സൈഡാക്കി നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ ഉണ്ടാക്കിയ ഫുഡാട്ടോ ഞങ്ങൾ കഴിക്കുന്നത്. ഞങ്ങൾ കഴിക്കുന്ന സ്ഥലമാണിത്. ഇവിടെ വണ്ടി സൈഡാക്കിയിട്ട് അപ്പോൾ ഞങ്ങളത് ഫിനിഷ് ചെയ്യട്ടെ. നല്ല വിശപ്പാണ്. സമയം 4 മണിയായി. രാവിലെ 6 മണിക്ക് ഉണ്ടാക്കിയ ഫുഡാണിത്. കുറേ ചുരം കയറി നമ്മളിപ്പോൾ മലേൻ്റെ ഏറ്റവും മൗണ്ടൻ്റെ ടോപ്പിലെത്തി. പിന്നെ സ്ട്രെയിറ്റ് റോഡാണ്, 2 സൈഡിലും നല്ല ക്ലിയർ ആയിട്ട് മൗണ്ടൻസ് കാണാം. വേറെ ഏതോ ലോകത്തെത്തിപ്പെട്ടു നമ്മളിപ്പോൾ, അല്ലേ? അടിപൊളി അടിപൊളി അടിപൊളി. ശരിക്കും വീഡിയോയിൽ എനിക്ക് തോന്നുന്നു ശരിക്കും കാണുന്നൊരു ഭംഗിയുണ്ട്. കറക്റ്റാണ്. നമുക്ക് നമ്മൾ നേരിട്ട് കാണുന്ന ഒരു ഭംഗി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോന്ന് അറിയില്ല. ആ മലയുടെ വലുപ്പൊന്നും അത്രയും തോന്നാറില്ല. അറിയില്ല. പക്ഷെ അത്രയും വലിയ മൗണ്ടൻസ് ആണ് ചുറ്റുമുള്ളത്. നടുക്കൂടി റോഡും പോകുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഓടിച്ച് ലേത്താണ്. ഒരു 30 കിലോമീറ്ററോളം നമ്മൾ മാഗ്നറ്റിക് ഹിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ റോഡിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ബോക്സ് മാർക്ക് വെച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ വണ്ടി നിർത്തിയാൽ വണ്ടി താനെ കയറിക്കോളും. ഇറക്കാണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ പോയിക്കോളും. മാഗ്നറ്റിക് പവർ കൊണ്ട് വണ്ടി താനെ മൂവ് ആയിക്കോളും. ഫൈനലി നമ്മളങ്ങനെ ലേ എത്തി. സമയം ഏകദേശം 7 മണിയുടെ അടുത്തായി. അപ്പോൾ നമ്മളിവിടെ ഒരു റിസോർട്ടിൽ റൂം എടുത്തിട്ടുണ്ട്. നേരെ പോയിട്ട് ഇനി ചെക്ക് ഇൻ ചെയ്യട്ടെ, എന്നിട്ട് വേണം ബാക്കി വിശേഷമൊക്കെ പറഞ്ഞുതരാം. അങ്ങനെ ഞങ്ങൾ റിസോർട്ടിലെ റൂമിൻ്റെ ഉള്ളിലെത്തി. ഞങ്ങളെടുത്ത റൂം ഇതാണ്, കാണിച്ചു തരാം. ശംബാല റിസോർട്ട്. കുഴപ്പമില്ലാത്ത റേറ്റ് ഞാൻ കിട്ടിയിട്ടുണ്ട്. ഗോ IBBയിലാണ് ബുക്ക് ചെയ്തത്. മോശമില്ലാത്ത റേറ്റിൽ ഞാൻ കിട്ടിയിട്ടുണ്ട്. ഞാൻ റൂം കാണിച്ചു തരാം. റൂം ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്. പിന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കിങ് ബെഡും ഉണ്ട്. അത്യാവശ്യം ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നാളെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് ലേ ഒക്കെ കാണണമെന്നാണ്. അത് കഴിഞ്ഞിട്ട് നാളെ തന്നെ പെർമിറ്റിന് അപ്ലൈ ചെയ്യണം. പാങ്കോങ് പോകാനുള്ള പെർമിറ്റ് വേണം. പിന്നെ നമ്മൾ ഉംബ്ലിങ്ങിൽ പോകാൻ, ഹാൻലി പോകാനുള്ള പെർമിറ്റൊക്കെ അപ്ലൈ ചെയ്യണം. അപ്പോൾ അത് നാളെ ഒരു ഇൻ്റർനെറ്റ് കഫേയിൽ ഞാൻ പോയിട്ട് അപ്ലൈ ചെയ്യണം. പിന്നെ അത് DC ഓഫീസിൽ പോയിട്ട് അത് സ്റ്റാമ്പ് ചെയ്യണം. പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്നാൽ മാത്രമേ നമുക്ക് ആ സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റും. കാരണം എല്ലാ ചെക്ക് പോസ്റ്റിലും ഈ പെർമിറ്റ് അവർ ചോദിക്കും. അപ്പോൾ പെർമിറ്റ് എടുക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നാളെ പറഞ്ഞുതരാം. ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ബൈ ബൈ.